ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇവിടെ പേടിഎം അക്കൗണ്ട് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പേടിഎമ്മിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പേടിഎമ്മിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ളതാണ് ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. കാരണം ഒരു പേടിഎം അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് പേടിഎം തുറന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് കാണാം. ഇങ്ങനെ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ പേടിഎം ഷോപ്പിംഗ് ചെയ്യാൻ ഇതിനൊക്കെ പറ്റുള്ളൂ. ജസ്റ്റ് നമുക്ക് പേടിഎം അക്കൗണ്ട് ആക്കിയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ലോഗിൻ പേടിഎം ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു പേടിഎം അക്കൗണ്ട് ഉണ്ടാക്കുന്നതാണ്. ജസ്റ്റ് ഇവിടെ നമുക്ക് നിങ്ങളുടെ നമ്പർ ഏത് നമ്പറാണെങ്കിലും ഇപ്പോൾ ഭീം ആപ്പിൻ്റെ പോലെ സെയിം നമ്പറാണോ അതായത് സെയിം ഫോണിൽ ഒരു നമ്പർ ഉണ്ടാകണമെന്നില്ല. ജസ്റ്റ് ഫ്രണ്ട്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ അക്കൗണ്ട് ജസ്റ്റ് നമ്പർ അടിച്ചു കൊടുക്കാം. ഇവിടെ പാസ്വേഡ് അടിച്ചെടുക്കാം. ഓക്കെ, ഇമെയിൽ അക്കൗണ്ട് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് വിടാം. ഓക്കെ, ഇതേ സെയിം നമ്പർ കൊടുത്തോണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് OTP നമ്പർ വന്നു. ഓക്കെ, സെറ്റ് ചെയ്തു. ജസ്റ്റ് നിങ്ങളെ പേര് ഇതൊക്കെ കൊടുക്കാം. ജസ്റ്റ് ഇവിടെ കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. കാരണം സിമ്പിളായിട്ട് എന്നാലും ഒന്നും വീണ്ടും ഞാൻ കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മെയിലാണോ ഫീമെയിലാണോ? ഓക്കെ, ക്രിയേറ്റ് ആയി. ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അക്കൗണ്ടിൽ ഇപ്പോൾ 0 ബാലൻസ് ആണ് ഉള്ളത്. ജസ്റ്റ് ഇവിടെ എന്തോ ഒരു യെല്ലോ കളറിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് എന്താണെന്ന് ക്ലിക്ക് ചെയ്ത് അതായത് ഇതിൽ ബാലൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കണ്ട്. അതായത് ഓരോ മാസം 20,000 രൂപ വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. നമുക്ക് പേടിഎമ്മിൻ്റെ കോഡ് ഇപ്പോൾ എന്താ ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ കോഡിന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഷോപ്പിൻ്റെ മുന്നിൽ ഒട്ടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പേടിഎം ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. പേടിഎമ്മിൽ പറഞ്ഞാൽ ട്രാൻസാക്ഷൻ മാത്രമല്ല, ഓൺലൈൻ ഷോപ്പിംഗ് വരെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത മാറ്റമെന്നുള്ളത്. പിന്നെ പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഓപ്ഷൻസ് പറഞ്ഞാൽ ഷോപ്പിംഗ്, റീചാർജ്, അങ്ങനെ കണ്ടുപോകാൻ ടിക്കറ്റ്, അത് സിനിമ ടിക്കറ്റൊക്കെ അങ്ങനെ എല്ലാം പാടെ ആഡ് ചെയ്തിട്ടൊരു അക്കൗണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെയിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അഡ്വാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ഓഫേഴ്സൊക്കെ അതിലിങ്ങനെ വന്ന് കിടക്കും. ജസ്റ്റ് ഇതാണ് ഹോമാണ് നമുക്ക് ആവശ്യമുള്ളൊരു സംഭവം. പിന്നെ ഇതിൽ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, ഇതിലെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കിയാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിൽ ഹോംസിലാണ് നമ്മൾ കയറേണ്ടത്. ഹോംസ് ക്ലിക്ക് ചെയ്തിട്ട് ഹോംസിൻ്റെ താഴെ നമുക്ക് ഓഫേഴ്സും ഇതൊക്കെ ഉണ്ടാവും ജസ്റ്റ്. പക്ഷേ ഹോംസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ പാർട്ടാണ് ഇപ്പോൾ പേടിഎം ബാലൻസ്. ഇതിൽ ബാലൻസ് ഒന്നുമില്ല. ഓക്കെ,
ഓക്കെ, നമുക്കിതിൽ ബാലൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഇതിൽ ബാലൻസ് ആഡ് ചെയ്യാനുള്ളതാണ് ആദ്യം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കേണ്ടത്. കാരണം നമുക്ക് ബാലൻസ് ഇല്ലാതെ ഇപ്പോൾ അതൊന്നും മാർക്കറ്റിംഗ് ചെയ്യാനോ ഒന്നിനും കഴിയില്ല. പേടിഎം ഇപ്പോൾ ജസ്റ്റ് ഒരു പേടിഎം അങ്ങനെ ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ കയറാം. ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് അടിച്ച് കയറാം. ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളവർ എന്നോട് വീണ്ടും കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ ലോഗിൻ ചെയ്യാണ് ഒരു അക്കൗണ്ട്. ലോഗിൻ കൊടുത്തു. ലോഗിൻ ആവുന്നൊരു സംഭവമാണ് പേടിഎം എന്നുള്ളത്. പേടിഎമ്മിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. പേടിഎമ്മിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പേടിഎം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ക്രിയേറ്റിംഗ് എന്ന് ഇവിടെ ഞാൻ മൂവ് ചെയ്ത് പറഞ്ഞു. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് പേടിഎം ഇത് കാണേണ്ട സമയത്ത് പ്രൊഫൈലിൽ പോയി പേടിഎം ആൾറെഡി ലോഗിൻ ചെയ്തതായതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് ഇവിടെ ലോഗിൻ ക്രിയേറ്റ് അങ്ങനെ മേലെ കാണും. ഇപ്പോൾ ഈ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഇവിടെ കയറിക്കാം, ക്രിയേറ്റ് അങ്ങനെ ക്രിയേറ്റ് കൊടുത്താൽ OTP എടുക്കാം. ഏത് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് തനിയെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണമെങ്കിലും പേടിഎം അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ ഒരു ആഡ് ചെയ്യാം ക്യാഷ് എന്നുള്ളതാണ്. ജസ്റ്റ് ആഡ് മണി എന്ന് കൊടുക്കാം. അതിന് ഹോമിൽ ക്ലിക്ക് ചെയ്ത് ആഡ് മണി. ഇപ്പോൾ ഒരു 200 രൂപ അല്ല ഒരു 100 രൂപ ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്യാൻ ക്ലിക്ക്. ഇപ്പോൾ ആൾറെഡി ഞാനിതിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതായത് ഇവിടെ കാർഡ് നമ്പർ അടിക്കുക, ഇവിടെ ഡീറ്റെയിലൊക്കെ അടിച്ചു കൊടുക്കുക. ഡീറ്റെയിൽ പറഞ്ഞാൽ കാർഡിലുള്ള മന്ത് എക്സ്പയർ ആവേണ്ട മന്ത് ഡേറ്റ് അതിൻ്റെ ബാക്കിലുണ്ടാവും CV നമ്പർ. ആ അടിച്ചു കൊടുത്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നതാണ്. ഞാനിതിൽ UPI സർവീസ് ഉണ്ടെങ്കിൽ UPI സർവീസ്, ഏത് സർവീസ് വേണമെങ്കിൽ UPI ആണെങ്കിൽ സിമ്പിളാണ് പരിപാടി. ഓക്കെ, ഞാനിതിൽ സേവ് ആൾറെഡി ചെയ്തുകൊണ്ട് ആ കാർഡിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ട് നിൽക്കണം. ഓക്കെ, ആൾറെഡി OTP ചോദിക്കും. OTP ചോദിക്കുന്ന സമയത്ത് ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ആ ഫോൺ നമ്പറിലേക്ക് പോകുന്നതാണ്. അതായത് മറ്റൊരാളുടെ ATM ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് ചുരുക്കി പറഞ്ഞത്. കാരണം അവരെ മൊബൈൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ അവരെ എമൗണ്ട് കളക്ട് ചെയ്യാനും കഴിയും. ജസ്റ്റ് അങ്ങനെ ഇന്നത്തെ കാലത്ത് ആരും OTP ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നാണ് ഒരുപാട് ന്യൂസ് മെസ്സേജൊക്കെ കണ്ടുകൊണ്ട് ആരും ചെയ്യില്ല എന്നാണ് വിചാരിക്കുന്നത്. പേടിഎം സക്സസ് എന്ന് കാണിക്കും. നിങ്ങൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പാസ്ബുക്കിലൊന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, 100 രൂപ ഉണ്ട്. 100 രൂപ ആൾറെഡി ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പെയ്ഡ് ചെയ്ത് കൊടുത്തു വേറൊരാൾക്ക്. അങ്ങനെയാണ് ഇത് പെയ്ഡ് ചെയ്ത്. ഓക്കെ, ഇനി ഈ 100 രൂപ ഇപ്പോൾ വേറൊരാൾക്ക് എമൗണ്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഷോപ്പിലവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് പേ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആയി കഴിയും. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ പേടിഎം കോഡ് ഉണ്ടെങ്കിൽ പേടിഎം ക്ലിക്ക് ചെയ്ത് അങ്ങനെ ചെയ്യാം. ടെസ്റ്റ്. ഓക്കെ, പേ ചെയ്യാൻ കൺഫേം അല്ലേ എന്ന് നമ്പർ ചോദിക്കുന്നുണ്ട്. കൺഫേം ആണെങ്കിൽ ഓക്കെ കൊടുക്കാം, സെൻഡ്. ജസ്റ്റ് നമുക്ക് ആർക്കും ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ പേജ് ഇത് വാട്സപ്പ് അങ്ങനെ എന്തോ ഫ്രണ്ട്സിന് ആർക്കാണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. അയച്ചിട്ടുണ്ട് എന്നത് തെളിയാണ്. അങ്ങനെ സ്പോട്ട് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ടാവും.
ജസ്റ്റ് ഞാനിതൊന്ന് ലോഗ് ഔട്ട് ചെയ്യണം, കാരണം ഞാൻ ഇതിൽ തന്നെയാണ് എൻ്റെ മറ്റേ വേറൊരു അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കാണിച്ചു തരാൻ. ഓക്കെ, പേടിഎം ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. പേടിഎം ലോഗിൻ ആയ ഇതിലിപ്പോൾ ജസ്റ്റ് 510 രൂപയാണ് ഉള്ളത്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ പാസ്ബുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. ഓക്കെ, ഡീറ്റെയിലൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ലോഡിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത ഡീറ്റെയിലൊക്കെ കണ്ടില്ല. ഇവിടെ 19 രൂപ റീചാർജ് ചെയ്താണ്. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻ. ഞാൻ സ്ഥിരമായിട്ട് പേടിഎം യൂസേഴ്സാണ്. ഏതാ 3200 പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താണ്. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് റിസീവ്ഡ് വന്നതാണെന്ന് 1 രൂപ ക്യാഷ് ബാക്ക്. 1 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓഫർ കിട്ടും റീചാർജ് ചെയ്യേണ്ട സമയമാണ്. നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ക്യാഷ് എന്നുള്ളതാണ്. ജസ്റ്റ് ഇവിടെ സെൻഡ് മണി ടു ബാങ്ക്. ഇത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി 3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പേരിലൊരു പ്രയാസം അനുഭവിച്ച് ആകെ പ്രശ്നം പേടിച്ചേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ഓപ്ഷനൊക്കെ വരും. ഓക്കെ, അതിൽ തന്നെ ജസ്റ്റ് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, അത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിലിപ്പോൾ ബാലൻസ് ഉള്ളത് 531 രൂപയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 400 രൂപ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, പേടിഎം ക്യാഷ്. ഓക്കെ, സെൻഡ് കൊടുത്ത് കഴിഞ്ഞാൽ കൺഫേം ചെയ്യാണ്. ഇത് ഡീറ്റെയിലൊക്കെ കറക്റ്റാണ് ആണെങ്കിൽ എഗ്രി കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇപ്പം മേലെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മെസ്സേജ് ഇപ്പോൾ സ്പോട്ടിൽ വരും. ഓക്കെ, 3 ഡേ എമൗണ്ട് യുവർ ബാങ്ക് അക്കൗണ്ട്. അതായത് ചില സമയത്ത് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ പൈസ കയറുന്നാണ് ഇതിൽ പറയുന്നത്. എങ്ങനെ ആയാലും പൈസ കയറുമാനം ഈക്വലാണ്. കാരണം ഇപ്പോൾ കയറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, പേടിഎമ്മിന്ന് സെൻഡ് ചെയ്ത 400 രൂപ ഫുൾ ഡീറ്റെയിൽ. പേടിഎമ്മിന്ന് പോയതും ഇതിലേക്ക് തന്നെയാണ് മെസ്സേജ് തരിക ഈ അക്കൗണ്ടിൽ. അതുകൊണ്ട് ജസ്റ്റ് 400 രൂപ പേടിഎം കയറി പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഇതിൽ പേടിഎമ്മിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, എങ്ങനെ ഒരു പേടിഎം അക്കൗണ്ട് റീചാർജ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചിട്ടുണ്ട്. റീചാർജ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റീചാർജിങ്, അതായത് മുനിസിപ്പാലിറ്റി പേയ്മെൻറ്റ്, അതായത് ഗൂഗിൾ പേ, ടോൾ ഗേറ്റ് വരെ, ഡയറി, പ്രൊട്ടക്ട്, പെട്രോൾ പമ്പ്, ഗോൾഡ്, വാട്ടർ, ലോൺ, ഇൻഷുറൻസ്, ഗ്യാസ് ഫീസ്, അനവധി സംഭവങ്ങൾ ഇതിൽ റീചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ നമ്മളെ മലപ്പുറത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് വെച്ചാൽ ഫുള്ള് ഓഫീസാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഓഫീസിൻ്റെ ഒരു പൂരം തന്നെയാണ് ഇതിലുള്ളത് പേടിഎമ്മിൽ പറഞ്ഞാൽ. റീചാർജ് സെക്ഷൻ ഇതിലിപ്പോൾ പ്രൊമോട്ട് ചെയ്താൽ 200 രൂപ ഫസ്റ്റ് ഓർഡർ ഇലക്ട്രോണിക് മൊബൈൽ കണ്ടുപോകാൻ ഓഫേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം.
ഓക്കെ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ഏത് മൊബൈലാണെങ്കിലും, അതായത് മൊബൈൽ സിം ആണെങ്കിൽ കണക്ഷൻ ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡെയിലി ഇപ്പോൾ 1 GB ഓഫർ ആണെന്നുണ്ടെങ്കിൽ വരെ ഇതിൽ ഡെയിലി 5 GB വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ ഇതാകണം 28 ദിവസം 3 ഫുൾ 4G 3G ഫസ്റ്റിൽ അയച്ചു നോക്കിയാലൊക്കെ അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. എല്ലാ ഓഫറും റോമിങ് എല്ലാതും ഉണ്ട് ഇതിൽ. ഓക്കെ, നാഷണൽ ആൻഡ് റോമിങ്. അങ്ങനെ റീചാർജ് ചെയ്യേണ്ട സമയത്ത് ഇതിൻ്റെ താഴെ നമ്മൾ, അതായത് ഈ പ്രൊമോ കോഡ് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. പ്രൊമോ കോഡ് നോട്ട് ചെയ്ത് വെക്കാൻ താഴെ ഓഫേഴ്സിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിലാക്കണം ഓരോ ഓഫർ 10 രൂപേൻ്റെ മേലെ റീചാർജ് ക്ലിക്ക് ചെയ്താൽ 1 രൂപ, 50 രൂപേൻ്റെ മിനിമം 50 റുപ്യ റീചാർജ് ചെയ്താൽ 1 രൂപയെങ്കിലും ബാലൻസ് റിട്ടേൺ കയറും എന്നൊക്കെയാണ് പറയുന്നത്. 10 യൂസേഴ്സിന് 10 ടൈം പെർ യൂസേഴ്സ് നമ്പറിൽ കയറ്റാൻ പറ്റുമെന്ന്. അത് 10 നമ്പർക്ക് 10 ടൈം കയറ്റാലും ഓരോ രൂപ വെച്ച് കിട്ടും. അതായത് 10 രൂപ നമുക്ക് മിനിമം കിട്ടും. എത്ര റീചാർജ് ചെയ്യണോ അതിനനുസരിച്ചാണ് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 10 രൂപ വരെ കിട്ടാമെന്നും പറയുന്നുണ്ട്. പിന്നെ ലക്കി ഓഫർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓഫേഴ്സും ഉണ്ട് ഇതിൽ റീചാർജ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ പറഞ്ഞാൽ ജിയോ വരെ ഓഫേഴ്സ് റീചാർജ് ചെയ്യാന്നുള്ളൊരു ഓക്കെ, ഇതിൽ ജിയോ വരെ റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മളെ സോഫ്റ്റ്വെയറിൽ ജസ്റ്റ് പിന്നെ ഡി ടി എച്ച് ഒക്കെ സിമ്പിളായിട്ട് റീചാർജ് ചെയ്യാം. ഡി ടി എച്ച് ഒക്കെ റീചാർജ് ചെയ്താൽ ഒരുപാട് ലാഭമുള്ളൊരു സംഭവമാണ്. ഇതിപ്പോൾ ആൾറെഡി റീചാർജ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. ഡി ടി എച്ച് റീചാർജ് ചെയ്യണമെങ്കിൽ 300 രൂപ മിനിമം, ചിലപ്പോൾ 3 മാസമൊക്കെ ഫ്രീ കിട്ടുന്നുണ്ട്. ഓഫേഴ്സൊക്കെ എല്ലാം പേടിഎം പേയ്മെൻറ്റ് ഓൺ ബില്ല് ഡി ടി എച്ച്. എനിക്കിതിൽ നിന്ന് ബാലൻസ് ഒരുപാട് റിട്ടേൺ ക്യാഷ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇത് അവതരിപ്പിക്കാനാണ് കാരണം. ഇപ്പോൾ പേടിഎം എന്ന് പറഞ്ഞാൽ ഇതിലും നല്ല ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അത് ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൽ പിന്നെ എന്താ വെച്ചാൽ ഷോപ്പിംഗ് ഒക്കെ ഇപ്പോൾ സൺഡേ ആണെങ്കിൽ സൺഡേ പറഞ്ഞാൽ വളരെ തുച്ഛമായ എമൗണ്ടിന് പല സാധനങ്ങളും ഇവിടെ വിറ്റഴിക്കുന്നുണ്ട്. അതായത് കുറഞ്ഞ ചിലവിൽ നമ്മൾ കടയിൽ നിന്ന് പോലും ഇപ്പോൾ 150 രൂപക്ക് ഇങ്ങനത്തെ ഫാന് ഇപ്പോൾ ഇതിൽ ആമസോണിലൊക്കെ ഇതിലേറെ എമൗണ്ട് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് 59 റുപ്യക്ക് ഇതിൽ പറഞ്ഞ ക്വാളിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്ക് 59 റുപ്യ പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ടായതിൻ്റെ ക്വാളിറ്റി അത് സെയിമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫുൾ കോട്ടൺ ആയിട്ടില്ലായിരുന്നു അത്. പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറയാം. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.